നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രീതി, പീഡിയാട്രിക് സർജനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആൺകുട്ടികളിൽ കാണുന്ന അൺഡിസെൻറ്റഡ് ടെസ്റ്റിസ് അഥവാ വൃഷ്ണങ്ങൾ വൃഷ്ണസഞ്ചിയിൽ എത്താത്ത അവസ്ഥയെ പറ്റിയാണ്. സാധാരണയായി ഗർഭസ്ഥാവസ്ഥയിൽ ഒരു ആൺകുട്ടിയുടെ ഇരുവൃഷ്ണങ്ങളും വയറിനുള്ളിലാണ് ഉത്ഭവിക്കുന്നത്. ഇവ ഗർഭം പുരോഗമിക്കുന്ന അനുസരിച്ച് അടിവയറ്റിലേക്ക് നീങ്ങുകയും 36 ആഴ്ച പിന്നിടുമ്പോൾ ഇൻഗ്വൈനൽ കനാൽ അഥവാ ഞരങ്ങ് വഴി വൃഷ്ണസഞ്ചിയിൽ ഇറങ്ങുകയും ചെയ്യുന്നു. മാസം തികഞ്ഞ് ജനിക്കുന്ന ഒരു ആൺകുഞ്ഞിന്റെ ഇരുവൃഷ്ണങ്ങളും വൃഷ്ണസഞ്ചിയിൽ കാണുന്നതാണ് നോർമൽ ആയിട്ടുള്ള അവസ്ഥ. എന്നാൽ 3 മുതൽ 5% വരെ ആൺകുട്ടികളിൽ ഒരു വൃഷ്ണമോ ഇരുവൃഷ്ണങ്ങളോ വൃഷ്ണസഞ്ചിയിൽ എത്താത്ത അവസ്ഥയുണ്ടാകാം. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 30% അൺഡിസെൻറ്റഡ് ടെസ്റ്റിസിന് സാധ്യതയുണ്ട്. സാധാരണയായി രക്ഷിതാക്കളുടെ സംശയം ഇവ താഴെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കുട്ടിക്ക് 3 മുതൽ 6 മാസം വരെ പ്രായമായിട്ടും വൃഷ്ണങ്ങൾ താഴെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പീഡിയാട്രിക് സർജന്റെ സഹായം തേടേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രധാനമായും വൃഷ്ണത്തിലേക്കുള്ള രക്തക്കുഴലിന്റെ നീളക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപൂർവമായ ഹോർമോണുകളുടെ വ്യതിയാനം, വയറിന്റെ പേശികളുടെ ബലക്കുറവ്, ഗർഭസ്ഥാവസ്ഥയിൽ വൃഷ്ണം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ ഒക്കെ കാരണമായേക്കാം. എന്താണ് ഇതിനുള്ള പരിഹാരം? വൃഷ്ണങ്ങൾ താഴെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവ വയറിനുള്ളിലോ ഇൻഗ്വൈനൽ കനാൽ അഥവാ ഞരങ്ങിലോ കാണപ്പെടാനാണ് സാധ്യത. കുഞ്ഞിന് 6 മാസം കഴിഞ്ഞു 1 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടത് അനിവാര്യമാണ്. വൃഷ്ണങ്ങൾ ഇൻഗ്വൈനൽ കനാലിൽ കാണപ്പെടുന്ന അവസ്ഥയെ പാൽപ്പബിൾ ടെസ്റ്റിസ് എന്ന് വിളിക്കുന്നു. ഒരു ശാരീരിക പരിശോധന വഴിയോ അൾട്രാസൗണ്ടിന്റെ സഹായം കൊണ്ടോ ഇത് നിർണ്ണയിക്കാവുന്നതാണ്. ഒരു സിമ്പിൾ ഡേ കെയർ സർജറി വഴി വൃഷ്ണങ്ങൾ താഴെ ഫിക്സ് ചെയ്യുന്ന ഓപ്പറേഷൻ അഥവാ ഓർക്കിയോപെക്സി ചെയ്യാവുന്നതാണ്. എന്നാൽ വൃഷ്ണങ്ങൾ വയറിനുള്ളിൽ കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ ലാപ്രോസ്കോപ്പി അനിവാര്യമാണ്. ലാപ്രോസ്കോപ്പി വഴി വൃഷ്ണത്തിന്റെ പൊസിഷൻ, വൃഷ്ണത്തിലേക്കുള്ള രക്തക്കുഴലിന്റെ നീളം നിർണ്ണയിക്കാവുന്നതാണ്. രക്തക്കുഴലിന്റെ നീളക്കുറവാണ് കാരണമെങ്കിൽ ആദ്യപടിയായി രക്തക്കുഴലുകൾ ക്ലിപ്പ് ചെയ്യുകയും 6 മാസം പിന്നിട്ട് വൃഷ്ണത്തിന്റെ വളർച്ച അനുസരിച്ച് താഴെ ഫിക്സ് ചെയ്യുന്ന ഓപ്പറേഷനും ചെയ്യാവുന്നതാണ്. സർജറി വൈകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാം? നോർമലായ ഒരു വൃഷ്ണത്തിന്റെ പ്രവർത്തനം, അതായത് ബീജോത്പാദനം, ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ, ഇവയ്ക്ക് ശരീരത്തെക്കാൾ 2 ഡിഗ്രി താപനില താഴെയുള്ള ടെമ്പറേച്ചറാണ് അനിവാര്യം. ശരീരത്തിന്റെ ചൂടേറ്റിരുന്നാൽ വൃഷ്ണം ജീർണിച്ചു പോകാനും വൃഷ്ണത്തിന്റെ ആന്തരിക ഘടന അതായത് ഹിസ്റ്റോളജിയിൽ വ്യതിയാനങ്ങൾ വരാനും ഭാവിയിൽ ട്യൂമർ വരാനും സാധ്യതയുണ്ട്. അതിനാൽ അൺഡിസെൻറ്റഡ് ടെസ്റ്റിസിന് 1 വയസ്സിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടതും ചികിത്സ തേടേണ്ടതും അനിവാര്യമാണ്. നന്ദി.